ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ മുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനേഷാണ്, സുനേഷ് നിലമ്പൂരാണ്. അപ്പൊ ഇതാണ് നമ്മളെ ധനേഷ് സാറ്, തന്റെ ആർമിയിലാട്ടോ. ധനേഷ് സാറ് ഒരുപാട് ഫർണിച്ചറിന്റെ ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ധനേഷ് സാറ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ആദ്യമായിട്ടാണ് ഒരാള്, യാതൊരു പരിചയമില്ലാത്ത ഒരാള് നമുക്ക് 1.5 ലക്ഷം രൂപ അഡ്വാൻസ് തരുന്നത് കേട്ടോ. അതായത് കുറച്ച് നല്ല സംഖ്യ, കുറച്ച് പൈസേന്റെ പണിയായിരുന്നു. അപ്പൊ 1.5 ലക്ഷം രൂപ ഒരു പരിചയമില്ലാതെ സാറ് എന്ത് വിശ്വസിച്ചിട്ടാണ് ഏൽപ്പിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ സാധനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ധനേഷ് സാറിന്റെ അച്ഛനാണിട്ടത്. അപ്പൊ അപ്പൊ നമ്മള് സെറ്റ് കൊടുത്തിട്ടുണ്ട്, കട്ടിൽ കൊടുത്തിട്ടുണ്ട്, സൈഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഈസി ചെയർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല സാധനങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ ധനേഷ് സാറിന് എന്താ നമ്മളെ യാഥാർത്ഥ്യമായിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. നമ്മളെ സാധനത്തിനെ കുറിച്ച് എന്താണ് നിങ്ങളെ അഭിപ്രായം എന്നുള്ളത് സത്യസന്ധമായിട്ട് പറയാം. യൂട്യൂബിൽ നിന്നാണ് നമ്മൾ പരിചയപ്പെട്ടതിന്റെ ഭാഗമായിട്ട് നിങ്ങളിട്ട റിവ്യൂ വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ ഭാഗമായിട്ട് സുനീഷുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് വളരെ സൗഹാർദ്ദപരമായിട്ട് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സുനീഷിന് സാധിച്ചു. തുടർന്ന് അങ്ങോട്ട് സുനീഷുമായിട്ട് ദൈനംദിനമായിട്ട് ഇടപെടൽ പൂർണ്ണ വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു. അങ്ങനെ ഒരു ദിവസം സുനീഷ് നമ്മളെ വീട് സന്ദർശിക്കുകയും വേണ്ട രീതിയിൽ അതിന്റെ മെഷർമെന്റ് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷവും തുടർന്നുണ്ടായിട്ടില്ല ഓരോ പ്രവർത്തിയിലും സുനീഷ് കൃത്യമായിട്ട് ഫീഡ്ബാക്ക് തരാൻ സുനീഷിന് സാധിച്ചു. അങ്ങനെയാണ് സുനീഷുമായിട്ട് വിശ്വാസത്തെ കൂടുന്നത്. ബാക്കിയെല്ലാം അതിന്റെ പ്രൊസീജിയർ വഴി ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം വിശദമായിട്ട് തന്നെ ഞാൻ 100% സംതൃപ്തനാണ് സുനീഷിന്റെ വർക്കിൽ. അപ്പൊ ഞാൻ അങ്ങോട്ടും ഈ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. സാറേ, ഞാന് ഒന്ന് വീണ്ടും പറയാണ്, നമ്മളെ സാധനം ഇപ്പൊ തന്നു, അതിന്റെ പൈസ അങ്ങോട്ട് മേടിച്ചു പോയാൽ തീരുന്നൊരു ഉത്തരവാദിത്തം അല്ല കേട്ടോ നമ്മളത്. നമ്മളെ സാധനത്തിന് ധനേഷ് സാറ് വാങ്ങിയ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സാധനമാണ് വാങ്ങിയത് കേട്ടോ. എല്ലാം നല്ല സാധനമാണ് വാങ്ങിയത്. അതുകൊണ്ട് നമ്മളെ അപ്പോ നമ്മുടെ സാധനത്തിന് ഇവിടുന്ന് തന്നു പോണ ഗ്യാരണ്ടി അല്ല, നിങ്ങളെ ലൈഫ് ടൈമാണ് ഗ്യാരണ്ടി കേട്ടോ. അതായത് ലൈഫ് ടൈം ഗ്യാരണ്ടി. എന്ത് സംഭവിച്ചാലും നമ്മള് ഇവിടെ വന്നിട്ട് നമ്മുടെ സാധനത്തിനൊന്നും സംഭവിക്കില്ല. അത് അത്രയ്ക്ക് നല്ല സാധനം നമ്മൾ കൊടുത്തത്. അതിന്റെ ഒരു വിശ്വാസം കൊണ്ട് പറയണം. ഇന്നേ വരെ നമ്മളെ സാധനം ഇതുവരെ മാറ്റി കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് പറയുന്നത്, നമ്മളെ സാധനത്തിന് ആത്മാർത്ഥമായിട്ട് പറയാം കേട്ടോ. നമ്മുടെ സാധനത്തിന് കംപ്ലൈന്റ് വരില്ല. ഇന്നത്തെ കാലത്ത് കംപ്ലൈന്റ് എന്നാണ് ഞാൻ അറിയുന്നത്. എന്ത് കംപ്ലൈന്റ് എന്നാലും ഞാനത് അറിയും കേട്ടോ. ആ സാധനം ഞങ്ങൾക്ക് മാറ്റി. പിന്നെ 6 മാസമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം കൂടെ വെച്ചാൽ ഞാൻ ജൂണിന് മുതലാണ് സുനീഷുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് ജൂൺ ഒരു ഞാൻ 22 ആയതോ സമയത്താണ്. അപ്പോ മെയിലാന്ന് തോന്നുന്നു ഞാൻ ഇവരെ യൂട്യൂബ് കാണാൻ ശ്രമിച്ചത്. അതിനുശേഷം ജൂണുമായിട്ട് ബന്ധപ്പെട്ടു. അതിനുശേഷം ഈ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എനർജിയാണ്. തുടർന്ന് അങ്ങോട്ടും ഇതുപോലത്തെ സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതുപോലെ ബിസിനസ്സും നല്ല രീതിയിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതെ, നമ്മളെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു വർക്ക് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ 2-3 മാസമാണ് സമയം ചോദിക്കുന്നുണ്ടോ. അതായത് സമയം ഉണ്ടെങ്കിൽ 2-3 മാസമാണ് ഞാൻ ധനേഷ് സാറിനോട് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ സാർ അത് 6 മാസത്തെ സമയം തന്നെ കണ്ടു അല്ലെ. ഏകദേശം ഒരു 5-6 മാസം സമയം. അതായത് പെട്ടെന്ന് തരണ്ട, മെല്ലെ തന്നാ മതി, സമയം ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് മാരൊക്കെ ഉണങ്ങിയിട്ട് നിന്റെ സൗകര്യത്തിന് എടുത്തിട്ട് നല്ല വൃത്തിയാവണമെന്ന് മാത്രമേ ധനേഷ് സാറ് പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വൃത്തിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ 100% വിശ്വാസം കേട്ടോ. നമ്മൾ സംതൃപ്തനാണ്. അപ്പോ ഇനിയും, അതായത് ഈ ഒരു ബന്ധം ഇനിയും നിലനിൽക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് കണ്ണൂരിക്ക് വരുന്ന സമയത്ത് എന്തായാലും ഞാൻ ഇവിടെ വന്നിരിക്കും. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.